സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 30 രൂപ മുതൽ 50-60 രൂപ വരെ സ്ക്വയർ ഫീറ്റിനുണ്ട്. 300 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 50 രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും? എത്ര വരും? 300 സ്ക്വയർ ഫീറ്റ് 50 രൂപ വെച്ചാണെങ്കിൽ 15,000 രൂപ വരും. 15,000 രൂപ വരും. 15,000 രൂപ കോർപ്പറേഷന് കിട്ടേണ്ടതാണ് 832 രൂപ കൊടുത്തിരിക്കുന്നത്. ഞാൻ MLA ഓഫീസായിട്ട് കമ്പയർ ചെയ്യുകയല്ല, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക്, ഞാൻ വേറെ പോയിന്റിലോട്ടാണ് ഇപ്പോൾ പറയുന്നത്, കോർപ്പറേഷനിലെ 100 കണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. അല്ല, അത് പരിശോധിക്കണം. എനിക്കത് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണാതെ ഏത് പീരീഡിൽ കൊടുത്തതാണ്, അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട്, എത്ര രൂപ, ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ 832 പറയുന്നതല്ല, കേട്ടറിവ് വെച്ച് പറയുന്നതാണ്. നാളെ വർക്കിംഗ് ഡേ ആയതിനു ശേഷം സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് രേഖകളൊക്കെ പരിശോധിച്ച് ആധികാരികമായിട്ട് പറയാം. സനക, അല്ല, അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ജനങ്ങൾക്ക് പരമാവധി സൗകര്യപ്പെടുന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോവേണ്ടത്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ റൂളിലൊന്നും പഠിച്ചിരിക്കാതെ പരസ്പരം സഹകരണവും കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത്. ഞാൻ ഇന്ന് ഈ കോണ്ടക്സ്റ്റിൽ പത്രക്കാരെ കാണാം എന്ന് മാധ്യമപ്രവർത്തകർ രാവിലെ പലരും വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അത്ര വലിയൊരു വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. പക്ഷേ ഈ കോണ്ടക്സ്റ്റിൽ കാണാമെന്ന് ഉദ്ദേശിച്ചത്, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലത്ത് 100 കണക്കിന് കെട്ടിടങ്ങൾ ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. വേണ്ടേ? 15,000 രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് 850 രൂപ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷം എത്ര രൂപ നഷ്ടം? 1.5 ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത്, 1.5 ലക്ഷമല്ല, 1,80,000 രൂപ കിട്ടേണ്ടടുത്ത് വെറും 10,000 രൂപ കിട്ടുള്ളൂ. പരിശോധിക്കണം, തീർച്ചയായിട്ടും പരിശോധിക്കും. അത് ഞങ്ങളുടെ ഈ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള കൗൺസിലാണ്. ഞാൻ പറഞ്ഞ ഈ ഭരണസമിതി ഈ പുതിയ ഇലക്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഡിസംബർ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ട് ചെയ്ത ആൾക്കാർ വരുന്നതിന് മുൻപാണ്. പരിശോധിക്കണം, ആ ഡോക്യുമെന്റ്സ് പരിശോധിക്കണം. അല്ല, ഞാൻ പറഞ്ഞ MLA ഓഫീസിനെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണം. MLA ഓഫീസിന് നമുക്ക് എന്ത് ഇളവ് കൊടുക്കാൻ സാധിക്കും, നിയമപരമായിട്ട് എന്ത് ഇളവ് കൊടുക്കാൻ സാധിക്കും. MLA ഓഫീസിന് നമുക്കൊരു മാർക്കറ്റ് വാല്യൂൻ്റെ അടിസ്ഥാനം ചർച്ച ചെയ്യാൻ പറ്റില്ല. MLA ഓഫീസ്, MP ഓഫീസ്, കൗൺസിലർ ഓഫീസ് എന്ന് അതിനെ മാറ്റി നിർത്തിയിട്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ, വ്യക്തികൾ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കിട്ടേണ്ട വാടക ന്യായമായിട്ടുള്ള കോർപ്പറേഷൻ കിട്ടണ്ടേ? അപ്പം അതാണ് എൻ്റെ പോയിന്റ്. MLA ഓഫീസിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കും. അടിയന്തരമായിട്ട് ചെയ്യും. അടിയന്തരമായിട്ട് അടുത്ത ദിവസം സ്റ്റാൻഡിംഗ് കൗൺസിലൊക്കെ വന്ന് ആദ്യത്തെ കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ആദ്യ നടപടികൾ വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കോർപ്പറേഷനിൽ എത്ര വാഹനങ്ങളുണ്ടോ അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം. എത്ര വാഹനമുണ്ട് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ 4 ചുറ്റും വാഹനങ്ങൾ കിടപ്പുണ്ട്. ലക്ഷക്കണക്കിന് 8 ലക്ഷം 10 ലക്ഷം രൂപയുടെ ജീപ്പൊക്കെയാണ് അവിടെ കിടക്കുന്നത് വാങ്ങിയ സമയത്തുള്ള. അതിന് എന്ത് ചെയ്യുന്നു, അതിന് നിയമപരമായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമുക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ള, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് മാധ്യമങ്ങളെ കൊടുത്തിട്ടുണ്ട്, നികുതി പണം എത്ര പണമാണ്. എനിക്ക് 25 ലക്ഷം രൂപയൊക്കെ ടാക്സ് പെൻഡിങ് ഉള്ള നിരവധി ആൾക്കാർ 3-4 വർഷം മുമ്പേ എനിക്കറിയാം. അവരൊക്കെ അടച്ചോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് പലയിടത്തും ലിറ്റിഗേഷനിൽ കിടക്കുകയാണ്. അത് കേസ് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് നടത്തിയ ആ പണം കോർപ്പറേഷൻ മുതൽക്കൂട്ടാകുന്നില്ല. ഇക്കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.